അപ്പൊ അതായിരുന്നു സൂത്രം. നീ കൊള്ളാലോ. അന്ന് മുടങ്ങിയാലും പിന്നീട് ഇത് എന്റെ കയ്യിൽ വന്ന് ചേർന്നു. അന്നാണെങ്കിൽ അത് വെറും ഒരു സമ്മാനം. ഇപ്പൊ അതൊരു അവകാശമല്ലേ? താനേ മിടിക്കാടോ. ഞാനെന്നാ പോയിക്കോട്ടെ. ഈ തുണി കൊണ്ട് വെച്ചിട്ട് എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. പാത്രങ്ങളൊക്കെ ജോലിക്കാരല്ലേ കഴുകേണ്ടത്, ഞാൻ ജോലിക്കാരിയല്ലേ. പാവ, പച്ചപ്പാവം. സൂര്യ, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു വച്ചാ. പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ നിനക്കതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടും നിനക്കുള്ള ഭക്ഷണം എടുത്തു വെച്ച് അവിടെ ഒരു കുട്ടി കാത്തിരിക്കുകയാണ്. അതെ, ഇനി മുതൽ നീ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവളെ വിളിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. കേട്ടല്ലോ? ഓ, പറയാം. ഇനി മുതൽ അയാളോട് ഞാൻ എല്ലാം പറയാം. പോരെ? അല്ല, നിനക്ക് നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? നാളെ ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. ഞാൻ ഫ്രീ. നമ്മുടെ ബിൽഡർ ഇല്ലേ, മൈത്രേയൻ? മൈത്രേയൻ അങ്കിൾ. അവനൊരു പുതിയ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ. നാളെയാണ് അതിന്റെ കല്ലിടൽ ചടങ്ങൊക്കെ. നമ്മളെല്ലാവരും ഒന്നിച്ചു പോണം. അച്ഛാ, ഞാൻ വരണോ അച്ഛാ? വേണം. നാളെ നേരത്തെ എഴുന്നേക്കണം, റെഡിയാവണം. കേട്ടു. എന്നാ പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ്. ഓക്കെ. അവളെ, ആ വേലക്കാരിയെ അവളുടെ പാട്ടിന് വിട്ടിട്ട് നിനക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇനിയും തിരിച്ചു വരാം സൂര്യ. മോളും അതെ, തന്തയും അതെ.